കേരളമെങ്ങും രാമായണത്തിന്റെ വരികൾ മുഴങ്ങുന്ന കർക്കിടക മാസം ആരംഭിച്ചു. മിക്കവാറും എല്ലാ ഹിന്ദു ഭവനങ്ങളിലും രാമായണ പാരായണം സുനിശ്ചിതമാണ്. വിദേശങ്ങളിലുള്ള മലയാളികൾ പോലും അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നു. എന്നാൽ കർക്കിടക മാസത്തിലെ 31 ദിവസം കൊണ്ട് അധ്യാത്മരാമായണം ക്രമമായി പാരായണം ചെയ്തു തീർക്കുമ്പോൾ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. ഏതൊക്കെ ദിവസം എത്ര വരെ പാരായണം ചെയ്യണം എന്നതിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ ചട്ടങ്ങളോ നിലവിലില്ല. എന്നാൽ ദേവീ മഹാത്മ്യം പോലെയുള്ള ദിവ്യ മഹാഗ്രന്ഥങ്ങൾക്ക് പാരായണ വിധി ഉണ്ടുതാനും. ഭക്തലക്ഷങ്ങൾക്ക് ഒരു മാസം കൊണ്ടുള്ള രാമായണ പാരായണത്തിന് ഉതകുന്ന ഒരു മാർഗനിർദ്ദേശമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. കർക്കിടക മാസം 31 ദിവസം കൊണ്ട് വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ രാമായണം പാരായണം ചെയ്തു തീർക്കുവാൻ ഒരു ക്രമം അവതരിപ്പിക്കുകയാണ് ഇവിടെ. എല്ലാ ദിവസവും ഒരേ അളവിൽ വരികൾ വായിച്ചാണ് ഈ രീതിയിൽ പാരായണം പൂർത്തീകരിക്കുക. ഇത് കേവലം മാർഗനിർദ്ദേശം മാത്രമാണ്. സുഗമമായി പാരായണം ചെയ്യുവാൻ വേണ്ടി ഭക്തരെ സഹായിക്കുക മാത്രമാണ് ഈ ക്രമത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ അല്ലാതെയും അധ്യാത്മരാമായണം പാരായണം ചെയ്യാം. ഇതിനായി ഈശ്വരഭാഗത്തു നിന്നോ ഋഷിഭാഗത്തു നിന്നോ പ്രത്യേക ക്രമനിർദ്ദേശങ്ങൾ ഒന്നും തന്നെ ഉള്ളതായി അറിവില്ല.